നമസ്കാരം. അങ്ങനെ വീണ്ടും വലിയൊരു ഇന്റർനാഷണൽ യാത്ര ഞങ്ങൾ ഇന്ന് പോവുകയാണ്. ഞങ്ങളുടെ 4ാമത്തെ രാജ്യമായ മലേഷ്യയിലേക്കാണ് ഇന്ന് പോകുന്നത്. ഈ യാത്രയുടെ പ്ലാൻ എന്ന് ആദ്യം പറയാം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ബസ് കയറി നേരെ ആദ്യം നീലേശ്വരത്തേക്ക് പോകും. അവിടുന്ന് ട്രെയിൻ കയറി നേരെ എറണാകുളത്തേക്ക് പോകും. കൊച്ചിയിൽ നിന്ന് രാത്രിക്ക് മാത്രമാണ് മലേഷ്യയിലേക്ക് പോകാനുള്ള വിമാനം ഉള്ളത്. ഞങ്ങളുടെ നാടായ നർക്കലക്കാടിലെ ബസ് സ്റ്റാൻഡിലെത്തിയേ നമുക്ക് നീലേശ്വരം പോകാനുള്ള ബസ് 7:25 എളേരിത്തട്ട് എന്ന സ്ഥലത്തുനിന്ന് വരുന്ന ബസ്സാണിത്. അങ്ങനെ യാത്ര ചെയ്ത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. രാവിലെ ഈ സമയത്ത് തന്നെ നല്ല ചൂട് തുടങ്ങിയല്ലേ. ഇനിയിപ്പോ ഉച്ചക്കത്തെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെയുണ്ടല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അമ്മക്കൊക്കെ നല്ല വിഷമം വന്നു. അതായത് നമ്മൾ മിക്കവാറും ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതെ, അതുകൊണ്ട് എന്താ പറയുക, അവരുടെ മുഖം കാണുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ടായില്ല. പിന്നെ 1 മണിക്കൂർ യാത്ര ബസ്സിലുണ്ടായത്. അതിലും പിന്നെ എടുത്ത് പറയണ്ട, രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോകുന്നത് ഏറനാടിനാണ്. ഏറനാട് എക്സ്പ്രസ് ഇവിടെ രാവിലെ 8:35 ആകുമ്പോൾ എത്തുക. ഇപ്പോൾ ഇവിടുന്ന് എഗ്മോർ വണ്ടി പോയതേ ഉള്ളൂ. പിന്നെ ഇവിടെ തന്നെ റെയിൽവേൻ്റെ ഗോഡൗണൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഇവിടെ അരി കയറ്റി വന്ന വണ്ടിയാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ലോഡ് ഇറക്കുകയാണ്. ഇതൊരു വലിയ യാത്രയാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും പുതിയ ബാഗൊക്കെ വാങ്ങിച്ചു കിട്ടാ. പഴയ നവീൻ്റെ ബാഗൊക്കെ ഏകദേശം പൊട്ടാനായതാണ്. എന്നാൽ പിന്നെ ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. അത്യാവശ്യം ഒരുപാട് ലഗേജൊക്കെ ഇതിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ ഇതാണ് ഈ യാത്രയിലെ ഞങ്ങളുടെ ട്രാവൽ ബാഗ്. ഈ ബാഗിന് ഒരെണ്ണത്തിന് 1000 രൂപയാണ് ആയത്. 8:43 എറണാകുളത്തേക്ക് പോകാനുള്ള ഏറനാട് എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. WAP4 ആണ് ലോക്കോമോട്ടീവ്. അറക്കോണം. ഞങ്ങളിതിൽ ബുക്ക് ചെയ്തത് ചേർക്കാറാണ്, C1. അത് ഈ ഭാഗത്തായിട്ട് തന്നെയാണ് വരിക. 2006 നിർമ്മിച്ച കോച്ചാണിത്. കയറിയേക്കാം. അങ്ങനെ നമ്മുടെ യാത്ര ഇതാ ഇവിടുന്ന് തുടങ്ങുകയാണ്. എന്തായാലും വൈകുന്നേരം 4 മണി കഴിയും എറണാകുളം എത്തുമ്പോൾ. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ. പാഴ്സൽ ചെയ്ത് ഇങ്ങെടുത്തു. ഇത് ചട്നിയാണ്, പിന്നെ ഇഡ്ഡലിയും ഉണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. 9:50 ഇപ്പോൾ കണ്ണൂരെത്തി. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തു. ഇവിടെ ഇപ്പോൾ വരാനുള്ളത് മംഗളൂരു ജംഗ്ഷൻ, നാഗർകോവിൽ, അമൃത് ഭാരത്. ആ വണ്ടി എന്തായാലും ഏറനാട് എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്യും. ട്രെയിൻ ഇപ്പോൾ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസ് ഓവർടേക്ക് ചെയ്യുക. അത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഏകദേശം എത്താനായി. നീലേശ്വരത്ത് നിന്ന് അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ കയറാത്തതിൻ്റെ മറ്റൊരു കാര്യം, അത് എറണാകുളത്ത് നേരത്തെ തന്നെയാണല്ലോ എത്തുന്നത്. മാത്രമല്ല അതിൽ വെയിറ്റ് ലിസ്റ്റ് കൂടിയായിരുന്നു. പിന്നെ ഈ ട്രെയിനിൽ CC എടുക്കാനുള്ള കാരണം ഇപ്പം നമ്മുടെ കേരളത്തിൽ ശക്തമായ ചൂടാണല്ലോ അല്ലേ. അതായത് നമ്മളൊരു ഇന്റർനാഷണൽ യാത്ര കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് പോകാന്ന് കരുതിയിട്ടാണ് ഈ ട്രെയിനിൽ കൂടി ഞങ്ങൾ സെക്കൻഡ് സീറ്റിംഗ് എടുക്കാതെ ചേർത്താടുത്തത്. അമൃത് ഭാരത് വരികയാണ്. പതിനൊന്ന് 40 ട്രെയിൻ ഇപ്പോൾ കോഴിക്കോടെത്തി. അങ്ങനെ ഇവിടെ നിന്ന് ട്രെയിൻ എടുത്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് ഒരുപാട് ഡോർമെട്രീസ് ഒക്കെ ഉണ്ട്. അതായത് ഈ ഒരു റോഡിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗത്ത് തന്നെ. ബസ്സുകളൊക്കെ പോകുന്ന ഒരു വഴി തന്നെയാണിത്. 1 മണി കഴിഞ്ഞു. ഷൊർണൂരിൽ ട്രെയിൻ എത്തിയിട്ടില്ല. ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുകയാണ്. രാവിലെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ഊണ്. ഒരു ദീർഘയാത്രയിൽ ആദ്യത്തെ ദിവസം മാത്രമാണ് നമുക്ക് വീട്ടിലത്തെ ഊണൊക്കെ കൊണ്ടുവന്ന് കഴിക്കാനായി സാധിക്കുക. ഇത് തോരനാണ്, പയർ. പിന്നെ 2 ടൈപ്പിൽ തന്നെ മീൻ ഫ്രൈ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പുളിശ്ശേരി ഉണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് ആക്കി തരുന്ന ഒരു ഭക്ഷണത്തിൻ്റെ രുചി എന്തായാലും കിട്ടില്ലല്ലോ. ഭാരതപ്പുഴ. പഴയ പാലത്തിൻ്റെ ഒരു കാഴ്ചകളൊക്കെയാണിത്. ഇവിടെ കുറച്ച് പണികളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്.
കറക്കി എടുക്കുകയാണ് അങ്ങനെയൊക്കെ. ട്രെയിൻ ഇപ്പോൾ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഇവിടുന്ന് ഒരു ഓവർടേക്കിംഗ് ഉണ്ട്. മുംബൈ ലോകമാന്യത്തിലേക്ക് നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ്. അങ്ങ് വളഞ്ഞു പോകുന്നതാണ്, നല്ല രസമാണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇനി നമുക്ക് ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ മുഴുവനും സോളാർ പാനലുകളാണ്. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എയർപോർട്ടാണിത്. അവിടെ റൺവേയിലൊരു വിമാനമുണ്ട്. നീലേശ്വരത്ത് നിന്നും 336 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 4:46 ഇവിടുന്ന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ജംഗ്ഷനിലേക്ക് വരേണ്ട കാര്യം വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആലുവയിൽ ഇറങ്ങിയാൽ മതി. അവിടുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എയർപോർട്ടിലെത്താം. ഞങ്ങൾ ഇവിടത്തേക്ക് വരാൻ കാരണം ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ അതിനുശേഷം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് നേരെ ആലുവയിലേക്ക് മെട്രോ കയറി മെട്രോ പോയി ഇറങ്ങിയാൽ അവിടുന്ന് എയർപോർട്ടിലേക്ക് ഫീഡർ ബസ് കിട്ടുമോ നമുക്ക് നോക്കാം. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ കഴിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ സാലഡ് ഉണ്ട്, അച്ചാറുണ്ട്. നവീൻ ഇവിടുന്ന് കഴിച്ച് തുടങ്ങി കേട്ടോ. ആലുവയിലേക്ക് പോകാനുള്ള മെട്രോ ഇതാ വരികയാണ്. സരയു ആലുവ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയേ. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഇതാ ഫീഡർ ബസ് സർവീസ് ഉണ്ട്. സുഖമായിട്ട് ഇനിയിപ്പോൾ ഇതിൽ കയറാം. ഈ ഫീഡർ ബസ്സിൻ്റെ സമയം ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ സമയം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. എയർപോർട്ടിലേക്ക് ഒരാൾക്ക് ബസ്സിന് വന്ന ടിക്കറ്റ് നിരക്ക് 80 രൂപയാണ്. ബസ്സിൻ്റെ അകത്ത് അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ നല്ല കംഫർട്ടബിൾ ആണ്, AC ആണ്. പിന്നെ ഇവിടെ സ്ക്രീനിങ് ഒക്കെ ഉണ്ട്. ഇവിടെ വിമാനത്താവളം ആലുവ മെട്രോ എന്നുള്ള ഒരു ബോർഡൊക്കെ കാണാം. ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് 30 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ എത്തിയത്. അതായത് ടെർമിനൽ 3 ഉള്ള ഭാഗത്താണ് ഈ ഒരു ബസ് വന്ന് നിർത്തിയത്. നമ്മൾക്കിതാ ഇവിടെ തന്നെയാണ് വരേണ്ടതും. ഈ ടെർമിനൽ 3 ആണ് ഇൻ്റർനാഷണൽ വരുന്നത്. ടെർമിനൽ 1 ഡൊമസ്റ്റിക്കും ടെർമിനൽ 2 വരുന്നത് ഈ ഒരു പ്രൈവറ്റ് ജെറ്റുകളൊക്കെ വന്നാൽ വരുന്നൊരു ഭാഗമില്ലേ, അതാണ്. ഇനിയിപ്പോൾ ഇതിലൂടെയാണ് ഇനിയിപ്പോൾ അകത്തേക്ക് കയറാനുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാ ടെർമിനൽ 3 എയർപോർട്ടിൻ്റെ ഒരു മെയിൻ ഭാഗം ഇതാ ഇവിടെയാണ്. അതായത് ആ ഒരു കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ എഴുതിയ ഒരു ഭാഗമില്ലേ, അതിതാ അവിടെയാണ്. പിന്നെ ഈ ഭാഗത്താണ് പാർക്കിങ്. ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ. വണ്ടിയൊക്കെ എടുത്ത് വരുവാണെങ്കിൽ സുഖമായിട്ട് ഇവിടെ പാർക്കൊക്കെ ചെയ്ത് നമുക്ക് ഓരോ ഭാഗത്തേക്ക് പറന്ന് പോവാം. പിന്നെ അങ്ങ് അവിടെ ടെർമിനൽ 2 ബിസിനസ് ജെറ്റ് ടെർമിനൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഡൊമസ്റ്റിക് ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അധികം സമയം കളയുന്നില്ല, അതിൻ്റെ അകത്തേക്കോ. എന്തായാലും വളരെയധികം എക്സൈറ്റ് അല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, മലേഷ്യയിലേക്കൊക്കെ പലരും പാക്കേജ് ഒക്കെ എടുത്തിട്ട് പോകാറുണ്ടല്ലോ. ഞങ്ങൾ ഇതുവരെ പാക്കേജും മറ്റു കാര്യങ്ങളുമില്ല, നമ്മുടെ സ്വന്തം റിസ്കിൽ പോകുന്നതാണ്. അപ്പം വീഡിയോ നിങ്ങൾ കാണും ശരിക്കും മനസ്സിലാവും. ഞങ്ങൾക്ക് സത്യം പറയുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയാം, നല്ല ടെൻഷൻ ഉണ്ട്. ഞങ്ങൾക്കൊന്നും അറിയില്ല, അതാണ് ശരിക്കും പറഞ്ഞാൽ. മലേഷ്യനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാണ്. ഇപ്പൊ അവിടെ ഇറങ്ങിയ തന്നെ എന്ത് ചെയ്യണം, ഇമിഗ്രേഷൻ ഒക്കെ ഉണ്ടാവും, അവിടെ എന്തൊക്കെ ചോദിക്കും, ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അല്ല, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് അത് മനസ്സിലാവും അല്ലേ. ഒരു സാധാരണ ഒരാൾക്കാർ, അതായത് നമുക്ക് ഒന്നും അറിയാതെ പോകുമല്ലോ, അത് തന്നെയായിരിക്കും നമ്മുടെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അകത്തേക്ക് കയറണമെങ്കിൽ ഞങ്ങളുടെ ടിക്കറ്റും പാസ്പോർട്ടും അവിടെ ആദ്യം കാണിക്കണം, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാം. നമ്മൾ ബസ് വന്നിറങ്ങി ഈ ഭാഗമില്ലേ, ഇത് അറൈവലാണ്. അതായത്
വിമാനം വന്ന് ഇറങ്ങുന്ന ആ ഒരു ഭാഗമാണ്. ഇനിയിപ്പോൾ ഡിപ്പാർച്ചർ എവിടെയാണെന്ന് പോയി നോക്കട്ടെ. ഈ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. വേറെ ഒന്നുമില്ല, കുറേ നടക്കണം, അത്രേ ഉള്ളൂ. ഈ ഭാഗത്താണോ എന്ന് ആദ്യം നോക്കാം. ഇന്റർനാഷണൽ ഡിപ്പാർച്ചൊക്കെ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ, ഇവിടെയാണ് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ തന്നെ എയർപോർട്ടിലത്തെ ഓരോരോ സ്റ്റാഫുകളുണ്ട്, അവരോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മാത്രം മതി. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, ഇനിയിപ്പോൾ അതിൽ കയറിയിട്ട് പോവാം. എയർപോർട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവേ. അപ്പോൾ എൻ്റെ പാസ്പോർട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇതാ ഡിപ്പാർച്ചർ ഗേറ്റുകൾ, ഇതൊക്കെ ആൾക്കാരെ കൊണ്ടുവിടാൻ വന്നവരാണ്. ഇവർക്കൊക്കെ എന്തോരം വിഷമങ്ങളുണ്ടാവും. വിദേശത്തൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. സന്തോഷം ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ഒരുപാട് വിഷമം ഉണ്ടാവും. എന്തായാലും ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാം. ഞങ്ങളിന്ന് പോകുന്ന എയർലൈൻ്റെ കൗണ്ടറിന് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ 7:30. എന്തായാലും കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യണം. ഞങ്ങളിന്ന് പോകുന്നത് മലേഷ്യയിലെ കോലാലംപൂരിലേക്കാണ്. ഇവിടുന്ന് രാത്രി 11:40 മാത്രമേ വിമാനമുള്ളൂ. അതായത് ഒരുപാട് നേരം എന്തായാലും വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കാർഡുകൾക്ക് ലോഞ്ച് ആക്സസ് ഒക്കെ കിട്ടും. ഞങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ സംഭവമില്ല, കാരണം ഞങ്ങളുടെ നോർമൽ കാർഡാണ്. പക്ഷേ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡുണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും. അതിൽ ഇതുവരെ ആക്റ്റീവ് ആക്കിയിട്ടില്ല. അത് ഞങ്ങൾ ഇത്രയും നേരം ഇവിടെയായിരുന്നു ഇരുന്നത്. ഇപ്പോൾ 7:40. കൗണ്ടറൊക്കെ ഓപ്പണായി. ഇവിടെ തന്നെ ഇമിഗ്രേഷൻ, അതുപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ച് ഇതൊക്കെ കാണാം കേട്ടോ. അതായത് നമുക്ക് ഈ ഒരു ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം നേരെ അകത്തേക്ക് കയറാം. അത്യാവശ്യത്തിന് നല്ലൊരു ക്യൂ ഉണ്ട് ഇവിടെ. നമ്മളിതാ ചെക്ക് ഇൻ ചെയ്യുകയാണ്. മലേഷ്യയിലേക്ക് പോകാനുള്ള ബോർഡിംഗ് പാസ് അങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞു. ഇനിയിപ്പം നേരെ ഇമിഗ്രേഷൻ്റെ ഭാഗത്തേക്കാണ്. ഇമിഗ്രേഷനിലേക്ക് കയറുന്നതിന് മുന്നേ ഞങ്ങളിവിടുന്ന് കുറച്ച് പൈസ എന്തായാലും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു 10,000 രൂപ റിങ്കറ്റിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇമിഗ്രേഷനിലെ ചെക്ക് ഇൻ പരിപാടികളൊക്കെ കഴിഞ്ഞത് അകത്തേക്ക് വീണ്ടും കയറി. കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണിത്. ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറുന്നില്ല കേട്ടോ. ഒരുപാട് മദ്യക്കുപ്പികളൊക്കെ ഇതാ നമുക്കിവിടെ കാണാനായി സാധിക്കും. ചോക്ലേറ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോവാം. കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഉള്ളത് ഇതാ ഈ ഭാഗത്താണ്. അതിൻ്റെ മുകളിലാണ് ഫുഡ് കോർട്ടും എക്സിക്യൂട്ടീവ് ലോഞ്ചൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഗേറ്റ് നമ്പർ 1 വഴി തന്നെയാണ് കയറാനുള്ളത്. ഇവിടെ ഇരിക്കാനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. ഇതാ ഇവിടെ ഒരു DC ബുക്സിൻ്റെ ഒരു കടയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്നും നമുക്ക് സിമ്മൊക്കെ ഇതാ എടുക്കാനുള്ള ചെറിയൊരു കൗണ്ടറൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊരു കാഴ്ച ഉണ്ടാ, എന്താ അല്ലേ, അടിപൊളിയല്ലേ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. പിന്നെ ഇവിടെ ഓരോ ഗേറ്റ് നമ്പർ 2, ഗേറ്റ് നമ്പർ 3 അങ്ങനെ പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നതൊക്കെ കാണാം. ഈ ലൈറ്റൊക്കെ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ എന്തായാലും അടിപൊളി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് നമ്മുടെ വിമാനത്തിൻ്റെ ടൈമിംഗ് വരെ നമുക്ക് മാറിപ്പോയല്ലോ നവി. പിന്നെ 11:40 എന്നാണ് നമ്മൾ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ 11:40 അല്ല, 22:40. അതായത് 10:40 ആണ്. 10:40 പറഞ്ഞില്ലേ, ടൈം പോലും മറന്നുപോയി. അത് ഒരു ടെൻഷൻ കയറി പോയാൽ പിന്നെ അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുന്ന് ഞങ്ങൾ പൈസ മാറാനുള്ള കാരണം, ഇൻ കേസ് നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇമിഗ്രേഷൻ്റെ അവിടെ നിന്ന് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര പൈസ ഉണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാലോ എന്നുള്ളൊരു ഇതിൽ മാത്രമാണ് എടുത്തത്. ഞങ്ങൾ ഇവിടുന്ന് മാറാനായി ഉദ്ദേശിച്ചതല്ല, അവിടെ എത്തിയിട്ട് ATM വഴി മാറാനായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായത്. പിന്നെ ഇവിടുത്തെ ഇമിഗ്രേഷന് ഞങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല. അവിടെ കറങ്ങാൻ പോകുന്നതാണോ ചോദിച്ചു, അതേന്നും പറഞ്ഞു. അപ്പോൾ തന്നെ സീലടിച്ച് വന്നു. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു സമയമാകുമ്പം പോകാം. വെറുതെ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമല്ലേ. ഞങ്ങൾ എയർപോർട്ടിലേക്ക് കയറിയ ആ സമയം മുതൽ ഇതുവരെയുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ എയർപോർട്ടിലേക്ക് കയറിയല്ലോ. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന എയർലൈൻ്റെ കൗണ്ടറിലേക്കാണ് ആദ്യം തന്നെ പോയത്. പോയ സമയത്ത് കൗണ്ടർ തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഓപ്പണായ സമയത്ത് ആദ്യം തന്നെ കൗണ്ടറിലേക്ക് പോയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത ടിക്കറ്റും അതുപോലെ തന്നെ പാസ്പോർട്ടും റിട്ടേൺ ടിക്കറ്റും കാണിച്ചിട്ടാണ് നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് തന്നത്. ആ സമയത്ത് അവിടെ കൗണ്ടറിലുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇന്ത്യൻ റുപ്പീസ് മലേഷ്യൻ റിങ്കറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇൻ കേസ് അവിടെ ഇമിഗ്രേഷനിൽ എത്തുന്ന സമയത്ത്, അതായത് മലേഷ്യയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉള്ളത് കാണിക്കാൻ ചിലപ്പം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് കാണിക്കാമല്ലോ. അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾക്ക് വേറെയും കൂടി ഒരു കാര്യം മനസ്സിൽ വന്നത്. കാരണം എയർപോർട്ടിൽ നിന്ന് നമ്മൾ പൈസ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു നഷ്ടം ഉണ്ടാകും. പക്ഷേ ഞങ്ങളത് ഇവിടെ നോക്കിയില്ല കേട്ടോ. കാരണം
ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ATM വഴി പൈസ വിഡ്രോ ചെയ്യാനാണ് ഒരു പ്ലാൻ ഉണ്ടായത്. ശ്രീലങ്കയിൽ പോയത് നമ്മൾ അങ്ങനെ തന്നെയാണ്. അവിടെ എത്തിയ ശേഷമാണ് മണി എക്സ്ചേഞ്ച് ചെയ്ത് പിന്നെ അവിടുത്തെ ATM-ൽ നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് എടുത്തത്. അതുകൊണ്ട് ഇവിടെ മാറേണ്ട കാര്യമില്ലല്ലോ ഈ ഒരു യാത്രയിൽ വിചാരിച്ചു. പക്ഷേ അവർ അവിടുന്ന് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നേരത്തെ പറയില്ലേ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരു എന്താ പറയുക നമുക്കതൊരു ടെൻഷൻ മാറാൻ വേണ്ടി തന്നെയാണ് ഇവിടുന്ന് മാറിയത്. മനു പറഞ്ഞ പോലെ ചെറിയൊരു നഷ്ടമൊക്കെ വരും എന്തായാലും. പിന്നെ അതിനുശേഷം നേരെ ഇമിഗ്രേഷൻ്റെ കൗണ്ടറിലേക്കാണ് പോയത്. പാസ്പോർട്ടും ബോർഡിംഗ് പാസും കാണിച്ചു. എന്നോട് പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല എന്തിനാണ് മലേഷ്യയിലേക്ക് പോകുന്നത് ചോദിച്ചു. ഞാൻ കറങ്ങാനാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സീലടിച്ച് പൊക്കോന്ന് പറഞ്ഞു. നവീനോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നോട് ചോദിച്ചു നേരത്തെ ഏത് കൺട്രിയിലാണ് പോയത് ചോദിച്ചു. തായ്ലൻഡ് ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല ശ്രീലങ്കയാണ്. എന്തിനാണ് പോകുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു വ്ളോഗും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ചാനൽ കാണിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും ചോദിച്ചില്ല. മലയാളിയാണ്. പക്ഷെ മലയാളം ആയതുകൊണ്ടും കാര്യമൊന്നുമല്ല. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ചെന്നൈയിൽ നിന്ന് പോകുന്ന സമയത്ത് എന്തൊക്കെയോ ചോദിച്ചു അല്ലേ. ചെന്നൈയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എല്ലാം വളരെ വളരെ വേഗത്തിലായി. നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് അരമണിക്കൂറാണ് ഡിലേ ഉള്ളത്. ഇവിടെ കാണുന്നില്ലേ 10:40 പുറപ്പെടേണ്ടത്. ഇപ്പോൾ ഇവിടെ 11:05 ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള കുറച്ച് ഫ്ലൈറ്റുകളൊക്കെ ഇന്ന് ക്യാൻസലൊക്കെയാണ്. ദുബായിലേക്കുള്ള കുറച്ച് വണ്ടികളൊക്കെ ക്യാൻസലുണ്ട്. പിന്നെ ഇതാ കുവൈത്ത് ഫ്ലൈറ്റ് ക്യാൻസലാണ്, അബുദാബി ക്യാൻസലാണ്, ഇതാ അങ്ങനെ കുറച്ചൊക്കെ ക്യാൻസലാണ്. പിന്നെ ഇവിടേക്ക് ഇതാ ചാർജ് ചെയ്യാനുള്ള നല്ലൊരു സ്ഥലമുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇവിടെ തന്നെയാണ് ഈ ഒരു സ്ക്രീനും. മലേഷ്യയിലേക്ക് ഞങ്ങൾ 2 മാസം മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അത്രയും ചീപ്പായിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത്. ഒരാൾക്ക് വെറും 6,500 രൂപ മാത്രം. 2 പേർക്കും കൂടെ 13,000 രൂപ ആയതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു പൈസക്ക് കിട്ടിയത്. ഇന്ന് നോക്കിയ സമയത്ത് 15,000 രൂപ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ കോപ്പികളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എടുത്ത റൂമിൻ്റെയൊക്കെ കോപ്പി, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് അതിൻ്റെ കുറച്ച് കോപ്പി, ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് അതിൻ്റെ കുറച്ച് കോപ്പി, അതൊക്കെയാണ്. അപ്പോൾ ഇത് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനിയിപ്പോൾ മലേഷ്യ അതായത് കോലാലംപൂരിൽ എത്തുമല്ലോ, അവിടുത്തെ ഇമിഗ്രേഷനിൽ നമുക്ക് ഇതെന്തായാലും കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നേരത്തെ തന്നെ എടുത്തിട്ട് വരിക. പിന്നെ മലേഷ്യയിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ അറൈവൽ കാർഡ് എടുക്കണം. അത് നമുക്ക് മലേഷ്യയിൽ എത്തിയതിനു ശേഷം പറയാം. അങ്ങനെ ഞങ്ങളുടെ ബോർഡിങ് ഇതാ സ്റ്റാർട്ടായി. 10:40 ഇപ്പം തന്നെ പോകാനുള്ള വിമാനം ഇതാ ഇവിടെ ഉണ്ട് ഓൾറെഡി. ഇനി അതിലേക്ക് ഇങ്ങനെ ഇതാ ഇതുവഴി നടന്നു പോവാം. ഇതിപ്പോൾ വന്നതേ ഉള്ളൂ ഇവിടെ. അവിടെ സിംഗപ്പൂർ എയർലൈൻസ് ഉണ്ട്. അതെ അവിടെ. അതിപ്പോൾ ഇവിടുന്ന് പുറപ്പെടേണ്ട ഫ്ലൈറ്റാണ്. ഇവിടെ ക്യൂ ആയി. നമ്മുടെ ക്യാപ്റ്റൻ അങ്ങനെ ഇതാ കയറുകയാണ്. അങ്ങ് പുറകെ പോണം കേട്ടോ. അങ്ങ് വിട്ടോ പുറകിലോട്ട് വിട്ടോ. അല്ല അങ്ങ് വിട്ടോ. എനിക്കറിയാം അങ്ങ് വേണം. 24 അങ്ങ് അവിടെയാണ്. ഇത് 12 ആയതേ ഉള്ളൂ. ഇത് കണ്ടോ ഇവിടെ ഓരോരോ നമ്പറുണ്ട്. ഹലോ 24 ഇതാ 24 ഇവിടെ ഇതാ 24 FE. എയർ ഏഷ്യയിലത്തെ ഒരു ലെഗ് സ്പേസ് ഒക്കെ ഇതാ ഇത്രയും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതുപോലുള്ള കുറച്ച് ബുക്കുകളൊക്കെയാണ്. ഈ ബുക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്. എന്തെങ്കിലും ഫുഡോ ഇപ്പോൾ ഈ ഒരു ബുക്ക് തന്നെ വേണമെങ്കിൽ ഇവിടെ വെക്കാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള കുറച്ച് ഇതൊക്കെയാണ് ഈ ഭാഗത്തായിട്ടുള്ളത്. പിന്നെ ഇതിൽ സ്ക്രീനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വിൻഡോ സീറ്റ് തന്നെയാണ്. ഇത് ഇവിടെയും ഒരു വിൻഡോ ഉണ്ട്, ഇവിടെയും ഒരു വിൻഡോ ഉണ്ട്. പക്ഷേ രാത്രിക്കാണല്ലോ നമ്മൾ പോകുന്നത്, അതുകൊണ്ട് അത്രേ കിട്ടുള്ളൂ. ഇതാ ഇവിടെ തന്നെയാണ് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ചിറകുള്ളത്. കണ്ടോ എയർ ഏഷ്യ എന്ന ഇത് കാണുന്നില്ലേ. ഇപ്പം രാത്രി ഇതിൽ വെള്ളവും കൂടി ഉണ്ട്, അതുകൊണ്ട് പുറത്തെ കാഴ്ച അത്ര വ്യക്തമല്ല.
ആൾക്കാരൊക്കെ ഇതാ കയറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഈ ഫ്ലൈറ്റ് ഇവിടുന്ന് പുറപ്പെടേണ്ടത് 10:40 ഇപ്പോൾ 11:20. ഇത്രയും സമയം ഇതിപ്പോൾ ഡിലേ ആയിട്ടാണുള്ളത്. ഈ ഇന്ത്യൻ ടൈമും മലേഷ്യൻ ടൈമും തമ്മിൽ 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അതായത് മലേഷ്യയിൽ ഇപ്പോൾ 2.5 മണിക്കൂർ കൂടുതലാണുള്ളത്. ഇവിടുന്ന് 10:40 ഈ ഫ്ലൈറ്റ് പുറപ്പെടുകയാണെങ്കിൽ അവിടെ എത്തേണ്ടത് രാവിലെ 5:30 ആകുമ്പോഴാണ്. അതായത് ആ ഒരു ടൈം വേരിയേഷൻ വരുമ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പം വണ്ടി ഓൾറെഡി ഡിലേ ആയല്ലോ. 11:40 ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ വിമാനം എടുത്തത്. ഇനിയിപ്പോൾ നേരെ റൺവേയിലേക്ക് കയറുകയാണേ. റിവേഴ്സാണ്. നമ്മൾ ട്രെയിനിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ റിവേഴ്സ് ചെയ്ത് വരുന്നതൊക്കെ പറയൂലേ, അതുപോലെ ഫ്ലൈറ്റ് റിവേഴ്സ് ചെയ്യുകയാണ് ഇപ്പോൾ. ഖത്തർ എയർവേസിൻ്റെ ഒരു വിമാനം അങ്ങ് അവിടെ കാണാം. ഇനിയിപ്പോൾ നേരെ റൺവേയിലേക്ക് പോവുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ആ മുന്നിലായി കാണുന്നത്. ഇവിടുന്ന് ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് പോയതേ ഉള്ളൂ. അതാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത് പകലായിരുന്നെങ്കിൽ നല്ല കിട്ടിലും കാഴ്ച കിട്ടിയാലേ. അങ്ങനെ നമ്മളിതാ പറക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഫുഡ് വരികയാണ്. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഫുഡ് ഓപ്ഷൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തവർക്ക് ഇതാ ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് തരികയാണ്. പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കാം കേട്ടോ. ഇപ്പോൾ പുറപ്പെടുന്ന സമയത്ത് ഇതിനകത്ത് ലൈറ്റൊക്കെ ഓഫായിരുന്നു. ഇപ്പോൾ ലൈറ്റൊക്കെ ഓണാക്കി. സീറ്റ് ബെൽറ്റൊക്കെ നമുക്ക് ഈ സമയത്ത് അഴിച്ചു വെക്കാം. എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ നവി? ഇല്ല, ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് മാത്രം വയറെന്തൊക്കെയോ വേറൊന്നുമില്ല, കുഴപ്പമില്ല, അത് കോമൺ ആണല്ലോ. ഇത് വേറൊരു രാജ്യമാണ്. മലേഷ്യയിലേക്ക് നമ്മൾ ഏകദേശം എത്താനായി. ഒരു 20 മിനിറ്റ് യാത്ര കൂടി ഉണ്ടാവും. മലേഷ്യ എന്ന രാജ്യത്തെ കോലാലംപൂർ എന്ന വലിയൊരു നഗരത്തിലേക്ക് ഇതാ നമ്മൾ എത്തുകയാണ്. ഈ മോർണിംഗുള്ള വ്യൂ ഒന്ന് നോക്കി. കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. വിമാനത്തിനോടൊക്കെ വിട പറഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങുകയാണ്. ആദ്യമായിട്ട് മലേഷ്യ എന്ന രാജ്യത്തിലേക്ക്. ഫ്ലൈറ്റിൻ്റെ അകത്തുനിന്ന് ഉറക്കമൊക്കെ വളരെയധികം കണക്ക് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് എമിഗ്രേഷൻ്റെ ഭാഗത്തേക്കാണ്. നമ്മളുടെ ഹോട്ടൽ ബുക്കിങ്ങും അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച്
ട്രാൻസ്പോർട്ടിൻ്റെ ബുക്കിംഗ് ഇല്ലേ, അതൊക്കെ നമുക്ക് കാണിക്കാം. അതുപോലെ തന്നെ അറൈവൽ കാർഡിൻ്റെ കാര്യം കൂടെ പറഞ്ഞില്ല, അതാണ് ഇവിടെ മസ്റ്റായിട്ട് ആദ്യം കാണിക്കേണ്ടത്. ഇറങ്ങി വരുന്ന ഇവിടെ തന്നെ സിം എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ കണ്ടോ, ഇൻ്റർനാഷണൽ കാർഡ്സ് അപ്സെറ്റ് ഹിയർ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പൈസ മാറിയാൽ മതിയായിരുന്നു. ഇതാ ഒരു പ്രശ്നമില്ല, ഇതാ മാസ്റ്റർ കാർഡും വിസ എല്ലാം ഇവിടെ അക്സെപ്റ്റ് ആവും. ഇമിഗ്രേഷൻ്റെ ഇവിടെ നല്ല തിരക്കാണ്. എന്തായാലും കുറച്ച് മണിക്കൂർ എടുക്കും ഇത് ക്ലിയറായി നമ്മൾ പുറത്തേക്കിന് ഇപ്പോൾ ഇറങ്ങാൻ. 2 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ ഇമിഗ്രേഷൻ്റെ കൗണ്ടറിൻ്റെ അവിടെ എത്തിയത്. അതിനുശേഷം ഞങ്ങൾ എടുത്ത ഹോട്ടൽ ബുക്കിംഗ്, യാത്ര ചെയ്യാനുള്ള ട്രെയിനിൻ്റെ ബുക്കിംഗ്, ബസ്സിൻ്റെ ബുക്കിംഗ് എല്ലാം കാണിച്ചു കൊടുത്തു. അവിടെ ഉണ്ടായിരുന്നത് ഒരു ലേഡി ഓഫീസറാണ്. അവർക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ മലേഷ്യയിൽ വരുന്ന ആൾക്കാർ കൂടുതലും ഒരു 4-5 അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെയാണ് കൂടുതലായിട്ട് നിൽക്കാറുള്ളത്. ഞങ്ങൾ 3 ആഴ്ചക്ക് കൂടുതൽ ഇവിടെ ഉണ്ട്. മാത്രമല്ല ഈ മലേഷ്യയുടെ കുറച്ച് അയൽ രാജ്യങ്ങളുടെ ഭാഗത്തേക്കൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. അതൊക്കെ കൊണ്ട് ഞങ്ങൾ വേറെ എന്തോ ഉദ്ദേശത്തിന് ഇവിടെ വന്നതെന്നാണ് അവർ ഉദ്ദേശിച്ചത്. അവിടുന്ന് ഒരു പേപ്പറൊക്കെ എഴുതി തന്നിട്ട് എമിഗ്രേഷൻ്റെ ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ നേരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു പേടിയായല്ലോ, ഇങ്ങനെ ആദ്യമായിട്ടാണ് വിടുന്നത്. അങ്ങനെ നേരെ അങ്ങോട്ട് പോയപ്പോൾ അവിടെ പാസ്പോർട്ടും ടിക്കറ്റും കൊടുത്തതിന് ശേഷം വീണ്ടും ചോദ്യങ്ങളായി. എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, അതൊക്കെ ചോദിച്ചു. ഞങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. ആ കോപ്പി എല്ലാം, അതായത് ഞങ്ങൾ ഇവിടെ നിന്ന് കാണാൻ പോകുന്നതും ബുക്ക് ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും അവിടെ ഏൽപ്പിച്ചു. അവസാനം അവർ ഒരു കാര്യം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും കൂടെ ചോദിച്ചു. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞു, ഞങ്ങളൊരു ട്രാവൽ വ്ളോഗേഴ്സാണ്, ഞങ്ങളുടെ യൂട്യൂബ് നിങ്ങൾ നോക്കി പറഞ്ഞു. അതിൽ ശ്രീലങ്കേൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല, അപ്പം തന്നെ സീല് വെച്ച് തന്നു. മലേഷ്യയിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ അറൈവൽ കാർഡിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞില്ലേ, അതായത് ഇവിടത്തേക്ക് വരുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ നിങ്ങൾ ഓൺലൈൻ വഴി എടുക്കുക, മലേഷ്യ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റ് വഴി എടുക്കുക. ഇനിയിപ്പോൾ അങ്ങനെ എടുത്തില്ലെങ്കിൽ ഇവിടെ വന്നിട്ടും എടുക്കാം. അതിൻ്റെ ഒരു സംവിധാനമാണിത്. മലേഷ്യയിലേക്ക് നമ്മുടെ ഇന്ത്യക്കാർക്ക് വിസ വേണ്ട, ഫ്രീ ആണ്. പക്ഷേ അറൈവൽ കാർഡ് മസ്റ്റായിട്ട് എടുക്കണം. എമിഗ്രേഷൻ്റെ അവിടെ നിന്നൊക്കെ ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങിയേ. ഇവിടെ നിന്നാണ് ബാഗ് നമുക്ക് കളക്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടുന്ന് മണിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതാ ഇവിടെയും ATM ഉണ്ട്, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പൈസ എടുക്കാം. ഞങ്ങളിപ്പോൾ ATM വഴി ഉണ്ടല്ലോ 500 റിംഗറ്റ് എടുത്തു. ഞങ്ങളിത് ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡാണ്, SBIൻ്റെ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് നല്ല പരിപാടി. 500 റിംഗറ്റാണ് നമ്മളിപ്പോൾ ATM എടുത്തത്. ഏകദേശം ഒരു ഇന്ത്യൻ മണി 1000-1500 അടുത്ത് സർവീസ് ചാർജ് ആയിട്ട് അവർ പിടിച്ചിട്ടുണ്ട്. അതെന്തായാലും ഒരു നഷ്ടം സംഭവിക്കും. എന്തായാലും നമ്മൾ നേരത്തെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിലും പറഞ്ഞല്ലോ. കൂടാതെ തന്നെ മലേഷ്യയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അറൈവൽ കാർഡിന് കാര്യം പറഞ്ഞല്ലോ. ഇവിടെ വരുന്നതിന് മുന്നേ 72 മണിക്കൂർ മുന്നെയാണ് നമുക്കത് എടുക്കാൻ കഴിയുക. ഞങ്ങൾ 2 ദിവസം മുന്നാണ് എടുത്തിട്ടുണ്ടായത്. ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്പോർട്ടിലെ ഡീറ്റെയിൽ, അതായത് അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്ത ശേഷം നമ്മളിപ്പം എവിടെയാണ് മലേഷ്യയിലേക്ക് വരുന്നത്, കോലാലംപൂർ, അത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇന്നൊരു താമസിക്കുന്ന ഒരു പ്രോപ്പർട്ടി, അതിൻ്റെ അഡ്രസ്സ് വ്യക്തമായി കൊടുക്കണം, പിൻ നമ്പർ, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്ത ഉടനെ ഞങ്ങൾക്ക് 2 സെക്കൻഡ് ഉള്ളിൽ തന്നെ സംഭവം വന്നു, ഒരു പിന്ന് വരും. നമ്മൾ വീണ്ടും അത് ലോഗിൻ ചെയ്ത് ആ പിന്നൊക്കെ അടിച്ചു കൊടുത്ത ശേഷം നമുക്കത് PDF ആയിട്ട് എടുക്കാം. അതാണ് അറൈവൽ കാർഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് നാട്ടിൽ നിന്ന് വരുത്ത് എടുക്കുവാണെങ്കിൽ എന്തായാലും ആ പറഞ്ഞ ഇമിഗ്രേഷൻ എടുത്താൽ കാണിക്കാം, ഏതായാലും പുറത്തേക്ക് വരാം. അല്ലാത്ത പക്ഷം എടുത്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് എന്താ പറയുക തിരക്കിനൊക്കെ എടുക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ ഒരുപാട് സിം ഷോപ്പുകളുണ്ട്. ഇവിടെ ടൂൺ ടോക്ക് 5G, അപ്പോൾ ഈ ഒരു സിമ്മാണ് എടുക്കുന്നത്. ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട്, 150 GB വരെ ഉണ്ട്. ഞങ്ങൾ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ട്രാവൽ ലൈറ്റ് ഇല്ലേ, അതാണ് എടുക്കുന്നത്. 40 GB ഉണ്ട് കേട്ടോ. പിന്നെ അൺലിമിറ്റഡ് കോൾസും ഉണ്ട്. 25 റിംഗറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലത്. സിം എടുക്കാൻ ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഏതാണോ നല്ലത് തോന്നുന്നത് അതെടുക്കുന്നതായിരിക്കും ബെറ്റർ. സിമ്മൊക്കെ എടുത്തു. ഇനി നേരെ പോകുന്നത് ബസ് കിട്ടുന്ന ആ ഒരു ഭാഗത്തേക്കാണ്. അതായത് ഈ കോലാലംപൂർ എയർപോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് KL സെൻട്രൽ എന്ന ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. എക്സ്പ്രസ് ബസ് ടെർമിനൽ. ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ ഇവിടെ നിന്ന് ഈ ഒരു മെഷീൻ വഴി എടുക്കുക, അല്ലാതെ ക്യാഷ് കൊടുത്തിട്ട് അവിടെ നിന്ന് സെപ്പറേറ്റ് വേറെ എടുക്കാം. ഇവിടുന്ന് ഈ ഒരു ഇതിലൂടെ എടുക്കുന്നത് എങ്ങനെ അറിയോ, ഇത് കുറച്ചുകൂടെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. അതിനുശേഷം കോലാലംപൂർ KL സെൻട്രലിലേക്കാണ് പോകാനുള്ളത്, അതിവിടെ കൊടുക്കാം. അങ്ങനെ വരുമ്പം ബസ്സിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ മുഴുവനായിട്ടും വരും. ആദ്യത്തെ ബസ്സുള്ളത് ഇപ്പോൾ 10:40. അതിന് മുന്നേ ഒരുപാട് ബസ് ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ആക്കിക്കഴിഞ്ഞാൽ ഇവിടെ സീറ്റിൻ്റെ ഒരു ലേഔട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഇവിടെ ഇതാ ടോട്ടൽ എത്രയാണ് ആയതെന്ന് ഇവിടെ കാണാനായി സാധിക്കും. പിന്നെ നേരെ നമുക്ക് ആ ഒരു
കൺഫേം ബുക്കിങ്ങിലേക്ക് പോയാൽ മാത്രം മതി. ഈ മിഷൻ വഴി വളരെ എളുപ്പത്തിൽ തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. കാർഡ് വഴി യൂസ് ചെയ്യുമ്പോൾ ഇതാ ഇവിടെയാണ് കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ളത്. 11:45 സ്കൈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. A6 ആണ് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അതൊക്കെ കണ്ടത്. ഇവിടെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങനെ അതിക്രമിച്ച് കയറാനൊന്നും പറ്റില്ല. ഈ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ തൂണിനും ഇങ്ങനെ നമ്പർ കാണും. A6 ഇവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള ബസ് ഉള്ളത്. പിന്നെ ഇവിടെ തന്നെ സ്ക്രീനിങ് ആയാലും ഉണ്ട് കേട്ടോ. മലേഷ്യയിലത്തെ ബസ്സുകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. യോയോ നമ്മുടെ ബസ് ഇപ്പം ഇവിടെ വരും. പോകാനുള്ള സ്കൈ ബസ് ഇതാ വരികയാണ്. മുന്നിൽ തന്നെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ബസ്സിൻ്റെ ഏറ്റവും മുന്നിലത്തെ 2 സീറ്റ് തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇപ്പോൾ 11:49 45 ഇവിടെ നിന്ന് എടുക്കേണ്ടത്. എന്തായാലും ഇനിയിപ്പോൾ എത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്തും നമുക്ക് ആദ്യം നോക്കാം. ഇതാ ഇവിടെ ഇപ്പോൾ അടുത്തൊരു ബസ് ഓൾറെഡി വന്നു. ഓരോ സമയത്ത് ബസ് ഉണ്ട് ഇവിടുന്ന്. ഇവിടെ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് മസ്റ്റാണ് കേട്ടോ. ഇത് ഇടാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. 11:52 എയർപോർട്ടിൻ്റെ ഇവിടുന്ന് ബസ് എടുത്തത്. ഈ ഒരു ബ്ലൈൻഡ് ഇല്ല, അത് കുറച്ചും കൂടെ മുകളിലേക്ക് കയറ്റിയെടുക്കൽ കുറച്ചും കൂടെ നല്ല വ്യൂ കിട്ടിയേനെ. പക്ഷെ എന്നാലും ഇത്രയും കിട്ടുന്നുണ്ടല്ലോ. ഇതൊക്കെ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ റോഡുകൾ, ട്രാഫിക്, അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയണ്ടേ. ശരിക്കും ഒരു ബസ് സർവീസ് ഉള്ളത് കൊണ്ട് വളരെയധികം ഉപകാരം തന്നെയാണ്. ചെറിയ പൈസക്ക് തന്നെ നമുക്ക് സിറ്റിയിലെത്താലോ. നമ്മളിതാ ഇവിടുന്ന് മെയിൻ ഒരു ഹൈവേയിലേക്ക് കയറുകയാണ്. ഇത് ടൊയോട്ടേൻ്റെ ഇന്നോവ. നല്ല റോഡുകളാണ്. എത്ര വരി? 1, 2, 3, 4, 5 വരി പാത. ഞാൻ ഇതടക്കം കൂടിയിട്ടാണ് 5 എന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പം 4 വരി. സുഖകരമായിട്ട് തന്നെ പോവാലോ. ബസ് ഇപ്പോൾ കോലാലംപൂർ സിറ്റിയുടെ ഭാഗത്തേക്ക് എത്താനായിട്ടോ. KL സെൻറ്ററിലേക്ക് ഒരു 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഇനി ഇവിടുന്ന്. 12:42 ഇപ്പോൾ. പിന്നെ ഇവിടെ കണ്ട മറ്റൊരു കാര്യം, ഹോണടി ഇല്ലേ ഇല്ല. എല്ലാവരും നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഹോണടി കുറവാണ്. ഈ ബസ് ഒരു ഹോണ് പോലും ഇതുവരെ അടിച്ചിട്ടില്ല. ഈ ബസ് ഓട്ടോമാറ്റിക് ആണേ. അതിൻ്റെ ആ ഒരു സ്വിച്ചുകളൊക്കെ കാണാം. ഇപ്പം ന്യൂട്രലാണ്. ഇതാ ഡ്രൈവിലേക്കാക്കി. നല്ല സ്മൂത്താണ് വണ്ടി. 2 വീലേഴ്സൊക്കെ ഇടയ്ക്ക് കയറി പോകുന്നതാണ്ട. വെറൈറ്റി വണ്ടികളാണ് അതൊക്കെ. സിറ്റിയുടെ ഭാഗത്തേക്ക് കയറും തോറും ട്രാഫിക് വരികയാണ്. ഇതൊരു ജംഗ്ഷനിലെത്തിയപ്പോൾ ഇവിടെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഈ സൈഡിൽ തന്നെയാണ്. വലിയ വലിയ കെട്ടിടങ്ങളാണ് ഇവിടെ. പന്ത്രണ്ട് 49 ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിലെത്തി. എയർപോർട്ടിൽ നിന്ന് വരുന്ന ബസ്സുകൾ KL സെൻറ്ററിലെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങളെടുത്ത റൂമിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് നടന്നു പോവാം. ഇവിടുന്ന് എയർപോർട്ട് ഭാഗത്തേക്കുള്ള ബസ്സിൻ്റെ ആ ഒരു ടൈമിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഈ മലേഷ്യയിലെ റൂമുകളുടെ ചെക്കിംഗ് ഒക്കെ വരുന്നത് ഉച്ചയ്ക്ക് 2 മണി 3 മണിയൊക്കെയാണ്. ഞങ്ങളെടുത്ത റൂമിൻ്റെ ചെക്കിംഗ് വരുന്നത് 2 മണിയാണ്. കുറച്ചും കൂടെ നേരത്തെയാണെന്ന് പറയാം. ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന് 1.9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നടന്നു പോകാനാണെങ്കിൽ നല്ല വഴിയാണ്. പിന്നെ ഈ ഭാഗത്ത് ഷീറ്റ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് അതും ഇല്ല. അതൊരു ഡബിൾ ഡെക്കറാണ് ആ പോകുന്നത്. ഇവിടെ ഒരു ഡബിൾ ഡെക്കറൊക്കെ ഉണ്ട്. എത്ര കെട്ടിടങ്ങളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കാണുന്നത് നോക്കിയേ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഇവിടുത്തെ റോഡുകളൊക്കെ അടിപൊളിയാണ്, നല്ല വൃത്തിയാണ്. ഒരു വേസ്റ്റ് ഒന്നും തന്നെ ഈ ഒരു ഭാഗത്തൊന്നും കാണാനായി സാധിക്കില്ല. ഇവിടെ ഒരു ഡബിൾ ഡെക്കർ ഏതോ ഭാഗത്തുനിന്ന് ഓടി വന്ന് ഇപ്പോൾ ഇവിടെ നിർത്തിയതാണ്.
ഇപ്പൊ സിംഗപ്പൂരിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ലോങ് എന്ന് വരുന്നത്. ഓ ഇത് സ്ലീപ്പർ തന്നെയാ. പക്ഷെ വലിയൊരു വണ്ടി, നല്ല ലുക്കല്ലേ ഇത്. അതിൽ കൂടെ ഇത് മെട്രോ ആണ് കേട്ടോ. ഇവിടെ തന്നെ മോണോ റെയിലും ഉണ്ട്. ഇനി 400 മീറ്ററും കൂടെ ഉള്ളൂ നമ്മളെടുത്ത റൂമിൻ്റെ ഭാഗത്തേക്ക്. ഇവിടെ ഒരു കനാലൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ശക്തമായ ചൂടാണേ. ചൂടത്ത് നടക്കുമ്പം ഞങ്ങൾ രണ്ടുപേരും ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. പകൽ ഇറങ്ങി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഓരോരോ പേരുകളൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാം. സെൻട്രൽ മാർക്കറ്റിൻ്റെ ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത്. ലിയോ ലേഷ്യർ ഹോട്ടൽ. അപ്പോൾ ഇവിടെയാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞങ്ങൾ താമസിക്കുന്നത്. കോലാലംപൂരിൽ ഇനിയുള്ള കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ എടുത്ത മുറി ഇതാണേ. AC റൂം തന്നെയാണിത്. ഈ കയറി വരുന്ന ഇവിടെ തന്നെയാണ് ബാത്റൂമും ടോയ്ലറ്റൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ഹീറ്റ് വാട്ടറൊക്കെ നമുക്കിതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ ഇവിടെ തന്നെ ഒരു ടിവിയും കാണാം. 4 ദിവസത്തേക്കാണ് ഇവിടെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. 5000 ഇന്ത്യൻ രൂപയാണ് ആകെ വന്ന വാടക. പിന്നെ ഈ മലേഷ്യയിലത്തെ ഹോട്ടലുകളിൽ മുഴുവനും ടൂറിസ്റ്റ് ടാക്സ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഇവിടെ ഞങ്ങൾക്ക് 4 ദിവസത്തേക്ക് വന്നത് 40 റിങ്കറ്റ് ആണ്. ഇവിടെ 2 മണിക്കാണല്ലോ ചെക്കിൻ വരുന്നത്. അതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെയാണ് വന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇതേ ഒരു ഫ്ലൈറ്റിൽ വരുന്നവരൊക്കെ നോക്കാം. കാരണം വിമാനത്താവളത്തിൽ അതിനുള്ള സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാല് വേറൊരു വിഷയം, നമ്മുടെ കൊച്ചിയിൽ തന്നെ നമ്മുടെ മണി എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തില്ലേ, അത് അതിനെ കുറിച്ച് ഓർത്ത് ഒരു കുറ്റബോധം വന്നു. കാരണം വെച്ചാല് ഇവിടെ ആ ഒരു ഇമിഗ്രേഷന്റെ കാര്യത്തിൽ അവരങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അതായത് ഷോന്നും, അതായത് നമുക്കത് മണി കാണിക്കേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല. അത് ഒരു വിഷയമായി പോയി. കാരണം കുറച്ച് നഷ്ടം വന്നുപോയി അവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്തതുകൊണ്ട്. അപ്പൊ അത് വരുന്നവരൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ATM വഴി എടുക്കുമ്പോഴും ചെറിയൊരു നഷ്ടം ഉണ്ട് കേട്ടോ. അത് അല്ലേ? അതെ അതെ. അതുപോലെ തന്നെ നമ്മളിപ്പം ബസ്സിൽ വന്നല്ലോ, അതായത് എയർപോർട്ടിൽ നിന്ന് സെൻട്രലിലേക്ക്, അപ്പൊ ചെറിയൊരു പൈസ അവര് ഈടാക്കുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് മലേഷ്യയിലെ കിട്ടിലം കാഴ്ചകളാണ്. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒരു വീഡിയോ ബൈ ബൈ.